നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്പെഷ്യലി TCSൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം എല്ലാ IT കമ്പനീസും കഴിഞ്ഞ വെള്ളിയാഴ്ച ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും നിഫ്റ്റി 50ൽ IT നിന്നുള്ളൊരു കമ്പനിയായിരുന്നു. കൂടാതെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം FIS ഏകദേശം ഒരു 4100 കോടി രൂപക്ക് മുകളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച 1600 കോടി രൂപക്ക് സെല്ലാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ FISൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബൈയിങ് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു മാസം 10,000 കോടി രൂപക്ക് മുകളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ബൈയിങ് തുടരുന്നുണ്ട്. ഇനി ഈ ഒരാഴ്ചയിൽ ബജാജ് ഓട്ടോയുടെ റിസൾട്ട് ഉണ്ട്. കൂടാതെ തന്നെ വിപ്രോ, ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള മറ്റ് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ബഡ്ജറ്റ് അടയ്ക്കുകയാണ്. കൂടാതെ തന്നെ ബുധനാഴ്ച ദിവസം മുഹറം കാരണം മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ ഒരു ദിവസം കുറഞ്ഞു. അതാണ് ഈ ഒരു മാർക്കറ്റിലുള്ള ഈ ഒരു ആഴ്ചയിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കൂടാതെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകളുണ്ട്. നമ്മൾ ഇന്നലെ വൈകിട്ട് അത് വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഡേറ്റ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. 5.1 കുറച്ചധികം ഉയർന്ന രീതിയിലുള്ള റേറ്റാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അത് കാരണം ഒരു നെഗറ്റിവിറ്റി ഒന്നും കാണുന്നില്ല. ഈവൻ ട്രംപിൻ്റെ നേർക്കുണ്ടായിട്ടുള്ള വധശ്രമമോ US ഫ്യൂച്ചറിനെയും ബാധിച്ചിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് ഒരു ഫ്ലാറ്റായ രീതിയിലാണ് നിൽപ്പ്. പക്ഷേ ഏതു സമയത്ത് വേണമെങ്കിലും ഇരുഭാഗത്തേക്കും സ്പൈക്ക് ചെയ്യാവുന്ന അവസ്ഥയിലാണ് ഈവൻറ്റുകളുള്ളത്. ഈ ഒരാഴ്ച US-ലും ജർമ്മനിയിലും UK-യിലും ഇന്ത്യയിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഈവൻറ്റുകൾ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ഓവർനൈറ്റ് പൊസിഷൻ വേണമോ വേണ്ടയോ എന്നുള്ളത് ഉള്ള തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്ലോബൽ ഈവൻറ്റ് സഹായകമാകും. ഇന്ന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇന്നും റിസൾട്ട് ഉണ്ട്. റിസൾട്ട് കാലഘട്ടമാണല്ലോ ഇനി മുന്നോട്ട്. Q1 റിസൾട്ട്. അപ്പോൾ Q1 റിസൾട്ടിൻ്റെ കമ്പനികളുടെ റിസൾട്ട് എന്നാണെന്ന് റിസൾട്ട് കലണ്ടർ ടാബിലുണ്ട്. അതും ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ പല IPOയും ഡിവിഡൻറ്റും റിസൾട്ട് കലണ്ടറും എല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ ലഭ്യവുമാണ്. ഇന്ന് HDFC AMC, HDFC ലൈഫ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് ഉണ്ട്. തിങ്കളാഴ്ച ദിവസമുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്കും വരാം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ വീണ്ടും തിരികെ എത്തി 61,240, ബ്രന്റ് ഓയിൽ 84, ഗോൾഡ് 2,400 മുകളിലാണ്. സംസ്ഥാനത്തും ഗോൾഡ് വലിയ വിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. അതിന് താഴെയുള്ള AX200 ഓസ്ട്രേലിയയാണ് പോസിറ്റീവാണ്. തൊട്ട് താഴെയുള്ള ചൈനയും കൊറിയയും എല്ലാം തന്നെ ഇപ്പോൾ ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. തൊട്ട് താഴെ നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇന്ന് അവധിയാണ്. കഴിഞ്ഞ ദിവസം 1000 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ്, 1041 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് നമ്മൾ കണ്ടിരുന്നു. ഇന്ന് അവധിയാണ്. കൂടാതെ തന്നെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 13.7 ആണ്. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസിങ്ങിന് ശേഷം ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 234 പോയിൻറ്റിൻ്റെ വലിയൊരു റാലി നടത്തി. തൊട്ട് താഴെയുള്ള ഫ്രാൻസ് മാർക്കറ്റും റാലി നടത്തി. തൊട്ട് താഴെയുള്ള UK മാർക്കറ്റും പോസിറ്റീവായിരുന്നു. തൊട്ട് താഴെയുള്ള ഡോ ഫ്യൂച്ചർ 250 പോയിൻറ്റിൻ്റെ റാലി നടത്തി. അതിന് താഴെയുള്ള നാസ്ഡാക്കും ശക്തമായിട്ടുള്ള റാലി നടത്തി. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലെ ഇൻഫോസിസ് ഏകദേശം 2.5%, വിപ്രോ 3% ശക്തമായ റാലി നടത്തിയിട്ടുണ്ട്. ബാങ്കിങ് കമ്പനിയായിട്ടുള്ള ICICIയും HDFCയും വലിയൊരു റാലിയൊന്നും നടത്തിയിട്ടില്ല. റിലയൻസ് GDRൽ 0.5% റാലി നടത്തിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ കണ്ടു. നമുക്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കാം. നിഫ്റ്റി സ്പോട്ട് ഉള്ളത് 24,500 ഡോട്ടഡ് ലൈൻ കാണാൻ സാധിക്കും. സപ്പോർട്ട് സോണ് ഏറ്റവും വലിയ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത് 24,000 കറൻറ്റ് സ്പോട്ടിൽ നിന്ന് 500 പോയിൻ്റ് താഴെയുള്ള 24,000 മേജർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് 25,000 ആണെങ്കിൽ കൂടിയും 24,500 തന്നെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടും 700-ഉം 800-ഉം റേഞ്ചുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 52,278 സ്പോട്ടുള്ളത്. 52,000 മേജർ സപ്പോർട്ടായിട്ടും 52,500-ഉം 53,000 മേജർ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ കണ്ടു
സെൻസെക്സ് എല്ലാം തന്നെ 8 രൂപ പ്രീമിയം ഓൾമോസ്റ്റ് ഒരു 200-300 രൂപ വരെയൊക്കെ സ്പൈക്ക് ചെയ്ത് പോയിട്ടുണ്ട്. കൂടാതെ തന്നെ BSEയുടെ ഭാഗത്തു നിന്ന് ടെക്നിക്കൽ ഗ്ലിച്ചും ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ മിഡ് ക്യാപ്പിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് മോശമാണെന്നല്ല, മറിച്ച് മിഡ് ക്യാപ്പ് കമ്പനീസ് 20% വരെയുള്ള അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും ഉണ്ടാക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ കാര്യം. നിഫ്റ്റി 50-യിലുള്ള കമ്പനീസ് അപ്പർ സർക്യൂട്ട് പോവുക എന്ന് പറയുന്നത് വളരെ റയറാണ്. എന്നാൽ മിഡ് ക്യാപ്പ് കമ്പനീസ് ഓൾമോസ്റ്റ് ഏതെങ്കിലും ഒരു ദിവസം ഒരു കമ്പനീസ് UCO അല്ലെങ്കിൽ LCO ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഇൻഡെക്സും അതുപോലെ തന്നെ വോളറ്റൈലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇന്ന് തന്നെ എക്സ്പയറി ഉള്ള മറ്റൊരു ഇൻഡെക്സാണ് ബാങ്കെക്സ്. സെൻസെക്സിൻ്റെ ഉള്ള ബാങ്കിങ് കമ്പനികളുടെ ഇൻഡെക്സാണ് ബാങ്കെക്സ്. ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ബാങ്കെക്സ് മൂവ് ചെയ്യുന്നത്. പക്ഷേ സ്പോട്ടുള്ളത് ഏകദേശം ഒരു 52,000 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിനേക്കാളും കുറച്ചും കൂടിയും വോളറ്റൈലാണ്. കാരണം സ്പോട്ട് ബാങ്ക് നിഫ്റ്റിനേക്കാളും മുകളിലുള്ളത്. പക്ഷേ കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലുള്ള കമ്പനീസ് തന്നെയാണ് ബാങ്കെക്സ്. അപ്പോൾ ഇന്ന് മിഡ് ക്യാപ്പിനേക്കാളും കുറച്ചും കൂടിയും ആളുകൾ പ്രിഫർ ചെയ്യാൻ സാധ്യത ബാങ്കെക്സ് ആണ്. ബാങ്കെക്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് BSE ഓപ്ഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ ഈ ഒരു BSE കമ്പനികളുടെ എല്ലാം തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ലഭ്യമാകും. അപ്പോൾ BSE കമ്പനീസിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇപ്പം നമ്മൾ സെൻസെക്സിലെ പോലെ തന്നെ ഇതുപോലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നാണ് ഉള്ളത്. പക്ഷേ നമുക്ക് വാല്യൂസ് എല്ലാം തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് Q1 റിസൾട്ടുകളുടെ കാലഘട്ടമാണ്. ഈ ആഴ്ചയിലെ ഏറ്റവും അവസാനത്തെ ദിവസം HDFC ബാങ്കിൻ്റെ റിസൾട്ട് ഉണ്ട് ഈ ഒരു ആഴ്ചയിലെ ഏറ്റവും അവസാനത്തെ ദിവസം. അപ്പോൾ HDFC ബാങ്കിൻ്റെ റിസൾട്ട് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളത് ഈ തവണത്തെ റിസൾട്ട് അഡ്വാൻസ് എല്ലാം തന്നെ കുറഞ്ഞൊരവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് മീറ്റ് ചെയ്യുന്ന റിസൾട്ട് ഫർദറായിട്ട് HDFC ബാങ്കിൻ്റെ സെല്ലിംഗ് പ്രഷർ കുറച്ചേക്കാം. കാരണം ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്ത കമ്പനീസ് എല്ലാം തന്നെ അവരുടെ Q1 റിസൾട്ടിന് മുമ്പ് ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിടും. ഈ ബിസിനസ് അപ്ഡേറ്റ് പുറത്ത് വിട്ടതിനെ തുടർന്ന് ഈ HDFC ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് അത്ര വലിയ അപ്ഡേറ്റ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് HDFC ബാങ്ക് സിവിയർ ആയിട്ടുള്ളൊരു ഫോൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്ട്രീറ്റ് വിപണി ഓരോ CNBC പോലെയുള്ള പല മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു പോള്, ഇപ്പോൾ ഇലക്ഷൻ്റെ പോള് പോലെ തന്നെ, എക്സിറ്റ് പോള് പോലെ തന്നെ ഇതായിരിക്കാം റിസൾട്ട് എന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പഠനം ഉണ്ടാവും. ആ പഠനത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ റിസൾട്ട് വരാണെങ്കിൽ സ്ട്രീറ്റ് എസ്റ്റിമേഷൻ മീറ്റ് ചെയ്തു എന്ന് പറയപ്പെടും. അപ്പോൾ അങ്ങനത്തെ റിസൾട്ട് വരികയാണെങ്കിൽ HDFC ബാങ്കിൻ്റെ സെല്ലിംഗ് പ്രഷർ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. എനിവേ M&M-ആയിട്ട് ബന്ധപ്പെട്ടുള്ള സെല്ലിംഗ് പ്രഷർ കഴിഞ്ഞ ആഴ്ചകളിൽ 6% ഇടിവ് രേഖപ്പെടുത്തി. ഓൾമോസ്റ്റ് അത് കഴിഞ്ഞ നിലയിലാണുള്ളത്. വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസായിട്ട് വൈകിട്ട് 7 മണിക്കെത്താം. താങ്ക് യു.